കൊച്ചി കോർപ്പറേഷൻ്റെ ഇലക്ഷൻ നടക്കുകയാണ്. പക്ഷേ കൊച്ചിയിൽ വന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരക്ഷിതമായ സിറ്റി, ഒരു ഭയപ്പാട് കൊച്ചി നഗരത്തിനകത്ത് സദാ തിങ്ങി നിൽക്കുന്നു. അത് എന്തെന്ന് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങൾക്കകത്തുണ്ട്. അപ്പോൾ ഒറ്റയ്ക്കൊരു പെട്ടെന്നൊരു കാര്യത്തിൽ പറയാൻ കഴിയില്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് തെരുവുനായ മുതൽ വെള്ളക്കെട്ട് മുതൽ കേബിൾ അപകടങ്ങൾ മുതൽ ഇങ്ങനെ കൊച്ചി ശരിക്കും ഇങ്ങനെ ആയിരുന്നോ, ഇനി ഇങ്ങനെ ആയിരിക്കുമോ? ഒരു 67 കൊച്ചി നഗരസഭ രൂപം കൊള്ളുന്ന കാലഘട്ടം മുതൽ ഏതാണ്ട് നല്ല രീതിയിലുള്ള നഗരസഭയുടെ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ കഴിഞ്ഞ 15 വർഷത്തെ കാലയളവിലാണ് ഇത്രയും മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊച്ചി നഗരം വലിഞ്ഞഴിഞ്ഞത്. സൂചിപ്പിച്ചതുപോലെ തന്നെ തെരുവുനായുടെ ശല്യമാണെങ്കിലും നമ്മളുടെ അലക്ഷ്യമായിട്ട് കിടക്കുന്ന കേബിളുകളുടെ ശല്യമാണെങ്കിലും ഒരു ചാറ്റൽ മഴ വന്നാൽ വെള്ളക്കെട്ടുണ്ടാവുന്ന ഒരു നഗരമായിട്ടും മാലിന്യത്തിൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംവിധാനങ്ങൾ എന്ത് തരത്തിലുണ്ടായിരുന്നാൽ പോലും അതൊന്നും ക്രിയാത്മകമായ രീതിയിൽ ഫലവത്തായ രീതിയിൽ ഉപയോഗിക്കാതെ ഉദ്യോഗസ്ഥന്മാരുടെ കെടുകാര്യസ്ഥതയും അവരുടെ തോന്നിവാസവും ഈ നഗരസഭയെ ഇക്കാലം അത്രയും കൊണ്ടു പോകുമ്പോൾ ഒരു വലിയ ദോഷകരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് എത്തപ്പെട്ടിട്ടുള്ളത്. അതിൽ പൊതുജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം നിലവിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഈ ഞാൻ കൊച്ചിയിലേക്ക് വരുമ്പോഴത്തേക്കും, കൊച്ചി എന്ന് പറയുന്ന നഗരത്തെ പറ്റി പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അന്യവൽക്കരണമുണ്ട്. ഇവിടെ തദ്ദേശീയരെക്കാൾ കൂടുതൽ അന്യദേശക്കാരാണ്. അതും പ്രത്യേകിച്ച് ഹിന്ദിക്കാർ, ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള, ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ളവർ, പലരും ബംഗ്ലാദേശികൾ വരെയാണ്. അതാണ് ഇതിൻ്റെ അകത്തൊരു പ്രശ്നമായിട്ട് വരുന്നത്. ഇതിനും ഒരു ക്രമപ്പെടുത്തലിൻ്റെ ഒരു ആവശ്യമുണ്ടല്ലോ. സത്യത്തിൽ നിയമപരമായിട്ടുള്ള മേഖലകൾ വെച്ച് നോക്കുമ്പോൾ ഒരു അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ എവിടെയെങ്കിലും എത്തിയാൽ, അത് പ്രത്യേകിച്ച് സിറ്റി അല്ലെങ്കിൽ റൂറൽ ഏരിയ എന്നുള്ളതല്ല, അവരുടെ ID അത് വ്യക്തമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും അതുപോലെ തന്നെ അത് ഹൗസ് ഓണർ അത് സൂക്ഷിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇവിടെ കാണുന്ന ഒരു ദുരന്തം അല്ലെങ്കിൽ ദോഷകരമായിട്ടുള്ള ഒരു വലിയ സാഹചര്യം എന്ന് പറയുന്നത്, ഒരു 10ഉം 20ഉം ആൾക്കാരടങ്ങുന്ന ഒരു കൂട്ടർക്ക് ദിവസ വാടകയ്ക്ക് വീടുകൾ വാടകയ്ക്ക് കൊടുക്കും. അവിടെ ഇന്ന് താമസിച്ചവരാണോ നാളെ താമസിക്കുന്നതെന്ന് ഇവർക്ക് ആർക്കും അറിയില്ല. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് മാതിരി നിയമപ്രകാരമുള്ള പോലീസ് സ്റ്റേഷനുകളിൽ ഇവരെക്കുറിച്ചൊരു ഇതും അവിടെ ഇല്ല എന്നുള്ളത് നമ്മുടെ സിറ്റിയെ ദോഷകരമായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഷയം തന്നെയാണ്. മറ്റെന്തൊക്കെ പ്രശ്നങ്ങളാണ് പൊതുവിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്? അല്ല, കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്ത പ്രശ്നങ്ങൾ എന്താണ് എന്നൊന്ന് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് നിലവിലുണ്ട്. ഇവിടെ ശുദ്ധജല വിതരണം ഇടയ്ക്കിടയ്ക്ക് മുടങ്ങും. പല ഭാഗങ്ങളിലും കൊച്ചി നഗരത്തിൽ ശുദ്ധജലം കിട്ടാറില്ല. സമരങ്ങളുടെ ഒരിതായിട്ടാണ് നമ്മളുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ആൾക്കാരുകളൊക്കെ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൻ്റെ മുമ്പിൽ പോയി കുടവൊക്കെ ആയിട്ട് കുത്തിയിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പക്ഷേ ഇവർക്കൊന്നും ഉദ്യോഗസ്ഥ മേഖലയ്ക്ക് പൊതുജനങ്ങളോട് ഒരു പ്രതിബദ്ധതയും ഇല്ലാത്ത രീതിയിൽ നഗരത്തിൽ കാണുന്നത്, നമ്മളൊരു പരാതി കൊടുത്താൽ ഒരു കാരണവശാലും അതിനെ ഒന്ന് വന്ന് നോക്കുക എന്നുള്ള ഒരു സംവിധാനം പോലും അവർക്കില്ല. കാരണം ഞാനിപ്പോൾ നമ്മളുടെ കലൂർ മുതൽ പേരണ്ടൂർ വരെയുള്ള റോഡിൽ 1.5 വർഷമായിട്ടൊരു പൈപ്പ് പൊട്ടി കിടക്കുകയാണ്. അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ ആൾക്കാർ, അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തന മേഖലയിലുള്ളവരൊക്കെ വിളിച്ചു പറഞ്ഞിട്ടും ഈ സാധനം ചെയ്യാൻ അവർ തയ്യാറായില്ല. 1.5 കൊല്ലം കടന്നിട്ടും. ഇപ്പോൾ ഇലക്ഷൻ അടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ രൂക്ഷതയേറും എന്ന് കണ്ട് കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഈ കുടിവെള്ള പൈപ്പ് പൊട്ടിയത് വന്നിട്ട് അവർ ശരിയാക്കിയിട്ട് പോയി. അതുപോലെ തന്നെ കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടിന് ശുദ്ധജല വിതരണത്തിന് ഏറ്റവും നല്ല രീതിയിൽ പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് അമൃത് പദ്ധതി പ്രകാരം 40 ദശലക്ഷം ടൺ വെള്ളം കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ടാങ്ക് നമ്മളുടെ ഈ പറയുന്ന ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൻ്റെ പുറകിൽ കലൂർ ചെയ്തു വെച്ചിട്ടുള്ളത്. അത് തമ്മനത്തുള്ള പമ്പ് ഹൗസിൽ നിന്ന് ആ സാധനം പമ്പ് ചെയ്തതിനകത്തേക്ക് മുകളിലേക്ക് എത്തിക്കുന്ന വരെയുള്ള പദ്ധതികൾ ഇവർ ചെയ്തെങ്കിലും അവിടെ നിന്ന് നമ്മളുടെ കലൂർ കത്രക്കടവ് റോഡ്, അല്ലെങ്കിൽ അശോക റോഡ്, അസാദ് റോഡ്, കലൂർ പേരണ്ടൂർ റോഡ്, ദേശാഭിമാനി റോഡ്, എടപ്പള്ളി പാലാരിവട്ടം തമ്മനം പോലുള്ള മേഖലകളിലേക്കൊന്നും എത്തുന്നതിനുള്ള കണക്ഷൻ
ചെയ്യാൻ ഇവർ തയ്യാറായിട്ടില്ല. രണ്ട് തരത്തിലുള്ള ആക്ഷേപം ഇവരുടെ ഉള്ളിൽ നിലനിൽക്കുന്നു. ഇവരിതൊന്നും പരീക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇൻ കേസ് ഈ 40 ദശലക്ഷം ടൺ വെള്ളം കയറിയാൽ ഇത് കണ്ടെയ്ൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്റ്റെബിലിറ്റി അതിനെക്കുറിച്ച് ഇവർക്ക് ആശങ്കയുള്ളത് കൊണ്ടാണോ അവരതിന് മുതിരാത്തത് എന്നുള്ള ഒരു സംശയം ഇപ്പോൾ നമ്മളുടെ ഇടയിൽ രൂക്ഷമാണ്. ഇപ്പോൾ ഒരു പദ്ധതി വെറുതെ നടപ്പിലാക്കാനുള്ള തുടക്കം മാത്രം ചെയ്തു, അത്രേ പറയാൻ പറ്റുള്ളൂ. ഇതിനകത്ത് ഞാനൊരു കാര്യം മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മളുടെ കൊച്ചി നഗരസഭ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ നഗരം നേട്ടങ്ങളാണ്. ഈ നേട്ടങ്ങളുടെ അകത്ത് ഓരോരോ പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഓരോരോ ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട്. അതിനകത്ത് ഫോർട്ട് കൊച്ചിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ഫ്ലാറ്റ് സമുച്ചയം, തുരുത്തി ഫ്ലാറ്റ്, ഇതിൻ്റെ ഫണ്ട് വിനിയോഗം എന്ന് പറയുന്നത് മുഴുവനും പൂർണ്ണമായിട്ടും CSMLൻ്റെയാണ്. എറണാകുളം മാർക്കറ്റ് നിർമ്മിച്ചിട്ടുള്ളതിൽ CSML ഫണ്ടാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബ്രേക്ക് ത്രൂ പദ്ധതിയാണ് നമ്മളുടെ പേരണ്ടൂർ കനാൽ. ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന 3, 4, 5 കനാലുകളാണിത്. ഒന്ന് എടപ്പള്ളി തോട്, ഒന്ന് ചങ്ങാടംപോക്ക് കാരണക്കുടം തോട്, ഒന്ന് നമ്മളുടെ ഈ പേരണ്ടൂർ കനാൽ, ഒന്ന് നമ്മുടെ മുല്ലശ്ശേരി കനാൽ അടക്കമുള്ള മേഖലകൾ. ഇതിൽ മുല്ലശ്ശേരി കനാലിൻ്റെയും ചങ്ങാടംപോക്ക് തോടിൻ്റെയും ഭാഗങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ വയലേറ്റ് ചെയ്തുകൊണ്ടാണ് അവർ ഈ സാധനം ചെയ്തത്. അതായത് ഇങ്ങനെയുള്ള തോടുകളുടെ കനാലുകളുടെയൊക്കെ മുകളിൽ പിന്നെ കവറിങ് സ്ലാബ് ഇടാൻ പാടില്ല, അടിയിൽ ബെഡ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉള്ള ചട്ടങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിനെയൊക്കെ വയലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഇത് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വെള്ളക്കെട്ടിന് രൂക്ഷത ഏറ്റുകയാണ്. വെള്ളക്കെട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നമ്മളിതിനകത്ത് കാണുന്നുണ്ട്. കാരണം ഞാനിപ്പോൾ റീസെൻ്റ്ലി ഈ ബുക്കിനകത്ത് പറഞ്ഞിട്ടുള്ള ഏതാണ്ട് പകുതി പദ്ധതികളിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് വിനിയോഗമുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, CSMLൻ്റെ വിനിയോഗം, അതുപോലെ തന്നെ KMRLൻ്റെ ഫണ്ട് വിനിയോഗം, ബ്രേക്ക് ത്രൂ പദ്ധതിക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് വിനിയോഗം, ഇതൊക്കെ ഉള്ളപ്പോഴും ഇതിനകത്ത് അങ്ങനെ ഒരു സംവിധാനത്തെക്കുറിച്ച് പറയുന്നില്ല. അത് കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇത്രയും അധികം പൈസ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉള്ളതുകൊണ്ട് അവരാണ് ഇവിടുത്തെ വികസനത്തിന് ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചിന്തിച്ച് ജനങ്ങൾ വോട്ട് മാറി ചെയ്താലോ എന്നുള്ള ഒരു സംവിധാനമാണ് ഈ ബുക്കിനകത്ത് ഭയം. സത്യമായിട്ടും നഗരത്തിൽ ഉള്ള സംഭവം അതാണ്. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ മനസ്സിലാക്കിയത്, നമ്മുടെ മുട്ടാറ് മുതൽ തുടങ്ങുന്ന നമ്മുടെ വാട്ടർ മെട്രോ, ഈ വാട്ടർ മെട്രോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇടപ്പള്ളി നോർത്തിൽ വാട്ടർ മെട്രോ സ്റ്റേഷന് വേണ്ടിയിട്ട് ലാൻഡ് അക്വയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലാൻഡ് അക്വയർ ചെയ്യുന്നതിൻ്റെ ഒപ്പം അവിടെ ഒരു സ്വീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് എന്നാണ് പറയുന്നത്. അത് സ്വീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആണോ അല്ലെങ്കിൽ ഇനി നമ്മുടെ കക്കൂസ് മാലിന്യങ്ങൾ ഇത് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആണോ എന്നുള്ള കാര്യമൊക്കെ അതവിടെ വന്നതിന് ശേഷം മാത്രമേ നമുക്കറിയാൻ പറ്റൂ. അതും മുട്ടാർ പുഴയുടെ തീരത്താണ് എന്നാണ് പറയുന്നത്. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി KMRL ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം, കൊച്ചി നഗരത്തിൽ സ്യൂവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആണെങ്കിലും സെപ്റ്റേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആണെങ്കിലും ആവശ്യമാണ്, അനിവാര്യവുമാണ്. ഇല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു 10 കൊല്ലം കഴിയുമ്പോൾ നമ്മളുടെ തലമുറ വളരെ ദുഃഖകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറും. കാരണം ഈ പറയുന്ന സെപ്റ്റേജ് മാലിന്യങ്ങളാണെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മളുടെ ഈ പറയുന്ന പൊതു തോടുകളിലേക്ക്, കാനകളിലേക്ക്, ഇതിലേക്കൊക്കെ വീഴുന്നതിലൂടെ ഉണ്ടാവുന്ന സാംക്രമിക രോഗപകർച്ചകൾ, ഇതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ട ഈ സംഭവത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഏലൂർ മുനിസിപ്പാലിറ്റി, കളമശ്ശേരി മുനിസിപ്പാലിറ്റി, തൃക്കാക്കര മുനിസിപ്പാലിറ്റി തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിലെ എല്ലാം ഈ പറയുന്ന സ്യൂവേജ് ആണെങ്കിലും മറ്റേതെങ്കിലും ആണെങ്കിൽ പോലും ഏതാണ് എന്നുള്ളത് വ്യക്തത നമുക്ക് ക്ലിയർ ചെയ്യണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് വരെ, അത് ഇപ്പോൾ സ്യൂവേജ് ട്രീറ്റ്മെൻറ്റ് ജെട്ടിക്ക് വേണ്ടി എത്ര തുക, എത്ര ഭൂമി വേണമെന്ന് നമുക്കറിയാം, സ്വാഭാവികമായിട്ട് പാർക്കിങ് ഇത്. പക്ഷേ ഇവരെത്ര ഭൂമിയാണ് അക്വയർ ചെയ്യാൻ വേണ്ടി കോടതിയിൽ കെട്ടിവെച്ചേക്കണത് എന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അതിനെപ്പറ്റി ഇവിടുത്തെ കൗൺസിലർമാർ അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുകയാണോ എന്ന് പറഞ്ഞുകൂടെ ആ ഭാഗത്തുള്ള. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ വീണ്ടും കൊച്ചിയെ വീണ്ടും നശിപ്പിക്കുന്ന, അല്ലെങ്കിൽ കൊച്ചിയെ കാർന്നു തിന്നുന്ന ഒരു
ദുരവസ്ഥയിലേക്ക് കൊച്ചി നഗരത്തെ നയിക്കാൻ നുള്ള ഒരു സംവിധാനത്തിലേക്കാണ് ഈ ഇപ്പോഴത്തെ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിട്ട് പോലും നടപ്പാക്കാത്ത തെരുവ് നായയുടെ വിഷയങ്ങൾ, അതുപോലെ അലക്ഷ്യമായിട്ടുള്ള കേബിൾ ശല്യം, കുടിവെള്ളക്ഷാമം, അതുപോലെ തന്നെ നമ്മളുടെ ശുദ്ധജല വിതരണം, രാത്രികാല കടകൾ, അന്യസംസ്ഥാന തൊഴിലാളികളുടെ പെരുകൽ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ലഹരി പ്രശ്നങ്ങൾ ഭയങ്കര, ലഹരി മാഫിയ സംഘങ്ങളുടെ ഒരു കേളി ഈ എന്താ പറയണേ വിലസലാണ് നമ്മളുടെ ഈ കലൂർ പോലെ നമ്മുടെ സ്റ്റേഡിയമൊക്കെ, സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗം. പക്ഷെ അതിനകത്തൊക്കെ എല്ലാ തലത്തിലും അവരെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനക്രമവും ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഭയപ്പെടേണ്ട കാര്യം. പൊതുജനം ഭയപ്പെടണം. അപ്പം ഞാൻ പറയുന്നത്, ഇത്തവണ ഇവിടെ ഇലക്ഷന് നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ, അത് കോൺഗ്രസ് ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ഏത് പാർട്ടി ആയിക്കോട്ടെ, നമ്മളെ കൊച്ചി നഗരത്തിൻ്റെ വികസനവും കൊച്ചി നഗരത്തിന് ശാപമോക്ഷവുമാണ് ആവശ്യമെങ്കിൽ നമ്മൾ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഈ പറഞ്ഞ കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ടത് വെള്ളക്കെട്ടാണ്. ഏതാണ്ട് എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ നമ്മളുടെ ബ്രേക്ക് ത്രൂ പദ്ധതി, വാഹിനി പദ്ധതിയൊക്കെ ആയിട്ട് കോടാനുകോടി രൂപയാണ്. ഈ ബുക്കിനകത്തൊരു ഏറ്റവും വലിയൊരു അസംബന്ധം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രേക്ക് ത്രൂ പദ്ധതി പ്രകാരം പേരണ്ടൂർ കനാല് ക്ലീൻ ചെയ്തത് മൈനർ ഇറിഗേഷൻ ആണ്, ഇറിഗേഷൻ്റെ മേഖലയിലുള്ള വിഭാഗമാണ്. പക്ഷേ ഈ ബുക്കിൽ പറയണത് കേട്ടാൽ കൊച്ചി നഗരസഭയാണ് അത് ചെയ്തത്. കാരണം ആ ഇറിഗേഷൻ്റെ വർക്ക് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊച്ചി നഗരസഭ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ ശരിയാവില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ തന്നെ ആണ് അന്ന് ഇറിഗേഷന് ലെറ്റർ കൊടുക്കുകയും കളക്ടർക്ക് ലെറ്റർ കൊടുക്കുകയും അതിനുശേഷം ഇത് 4 റീച്ചാക്കി ചെയ്ത് ഇപ്പോൾ ഉള്ള ഈ ദുരിതപൂർണമായിട്ടുള്ള പേരണ്ടൂർ കനാലിൻ്റെ അവസ്ഥ നല്ല രീതിയിൽ ചേറ് ആഴത്തിൽ കോരി വൃത്തിയാക്കി ഒഴുക്കിന് തടസ്സമില്ലാത്ത രീതിയിലാക്കിയിട്ടുള്ളത്. അതിൻ്റെ അവകാശവാദം വരെ ഈ ബുക്കിനകത്ത് ഏറ്റെടുക്കാൻ ലജ്ജയില്ലാത്ത രീതിയിലാണ് ഇവർ മുന്നോട്ട് പോയത്. അപ്പം നമ്മൾ പറയുന്നത് സിറ്റിയുടെ അകത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളായിട്ടുള്ള കാര്യങ്ങൾ, ജയിച്ചു പോകുന്ന കൗൺസിലർമാർ ആരായിരുന്നാലും അവർ ഇത്തരം കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നതിലൂടെ നമുക്കും വരാൻ പോകുന്ന തലമുറയ്ക്കും കൊച്ചി നഗരം ഒരു ലോകോത്തര നിലവാരത്തിലേക്ക് വരുന്ന ഒരു സംവിധാനക്രമത്തിലേക്ക് ഫണ്ടുകൾ വരുന്നുണ്ട്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് 222 കോടി രൂപ മറ്റേ നമ്മളുടെ ഇവിടുത്തെ വെള്ളക്കെട്ട് പദ്ധതിക്ക് വേണ്ടിയിട്ട് അലോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 22 കോടി രൂപ മാത്രമേ സ്റ്റേറ്റ് ഗവൺമെൻറ്, ബാക്കി 200 കോടി രൂപ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയാണ്. ഈ പൈസകളൊക്കെ വരുന്നതിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് മഴ കാത്തിരിക്കുന്ന വേഴാമ്പലുകളെ പോലെ ഫണ്ട് വരുന്നത് എങ്ങനെങ്കിലും മറ്റു തലത്തിലേക്ക് ഉപയോഗിക്കാം, ജനങ്ങൾ ദുരിതം അനുഭവിച്ചോട്ടെ എന്നുള്ള ചിന്താഗതിയോടുകൂടിയല്ല ജയിച്ചു പോകുന്ന ഒരു കൗൺസിലർമാരും അവിടേക്ക് ചെല്ലേണ്ടത്. എൻ്റെ ഡിവിഷനോട് എനിക്ക് പ്രതിബദ്ധതയുണ്ട്, എൻ്റെ വോട്ടർമാരോട് എനിക്ക് കടപ്പാടുണ്ട് എന്നുള്ള ചിന്താഗതിയോടുകൂടി അവർ കൗൺസിൽ ഹാളിൽ കയറുകയാണെങ്കിൽ നാളെ അവർക്ക് വോട്ട് ചോദിച്ച് ജനങ്ങളുടെ അടുത്തേക്ക് പോകണ്ട, അവർക്ക് വോട്ട് ചെയ്യാൻ ജനങ്ങൾ തയ്യാറായിട്ട് ഇങ്ങോട്ട് വരുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.